ഈ കാണുന്നത് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്ത ഹോട്ട് എയർ സോൾഡിംഗ് സ്റ്റേഷനാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള SMD കമ്പോണൻസ് ഉള്ള ബോർഡുകളിലെ ചിപ്പുകളും അതുപോലെ ഓരോ കമ്പോണൻസൊക്കെ സോൾഡ് ചെയ്യാനും ഡീസോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഹോട്ട് എയർ ഗൺ വേണം. അപ്പോൾ ഇതിനായിട്ടുള്ള ഹോട്ട് എയർ സോൾഡിംഗ് സ്റ്റേഷനൊക്കെ പുതിയത് മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സ്പെയറുകളെല്ലാം നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന ഒരു UPSൻ്റെ ബോക്സിലാണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഹാൻഡിലിന് 249 രൂപയാണ്. ബ്ലോവർ ഫാനിന് 140, ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡിന് 85 രൂപ, പിന്നെ 12 വോൾട്ടിൻ്റെ ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ മേടിച്ചുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ബോർഡ് ഇതിനൊക്കെ 85 രൂപയുള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് എലമെൻറ്റ് അതിന് 49 രൂപയുള്ളൂ. അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയാലും നമുക്കിതിൻ്റെ ഓരോ സാധനങ്ങളും വളരെ കുറഞ്ഞ ചിലവിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഹോട്ട് എയർ സ്റ്റേഷനൊക്കെ മേടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആവും. അതുപോലെ അത് കംപ്ലൈൻ്റ് ആയാലും അതിൻ്റെ സ്പെയറുകളൊക്കെ നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വല്ലപ്പോഴൊക്കെയുള്ള യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ അത്രയും പൈസ മുടക്കി മേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനും ഇവിടെ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലൊരു ഹോട്ട് എയർ സോൾഡിംഗ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നമ്മുടെ സെക്കൻഡ് യൂട്യൂബ് ചാനലാണ് ചെയ്തേക്കുന്നത്. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനൽ നോക്കിയാൽ മതി.